പാതിവില തട്ടിപ്പിൽ മലപ്പുറം പെരിന്തൽമണ്ണയിലും നിരവധി പരാതികൾ ഉയരുകയാണ്. പുലാമന്തോൾ സ്വദേശിയായ അനുപമയ്ക്ക് 21,000 രൂപയാണ് ലാപ്ടോപ്പിന് വേണ്ടി നഷ്ടമായത്. MLA ഓഫീസിന്റെ പരസ്യം കണ്ട് പണം അടച്ചെന്ന പരാതിയിൽ നജീബ് കാന്തപുരത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2024 അനുപമ ലാപ്ടോപ്പിന് വേണ്ടി പണം നൽകിയത്. കേരളത്തെ ഞെട്ടിച്ച CSR ഫണ്ട് തട്ടിപ്പിന്റെ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങിയതോടെയാണ് പുലാമന്തോൾ സ്വദേശി അനുപമ പരാതിയുമായി പോലീസിലെത്തുന്നത്. 2024 ഒരു ലാപ്ടോപ്പിനായി അപേക്ഷയും കൊടുത്ത് പണവും അടച്ചതായിരുന്നു അനുപമ. നാളിതുവരെയും ലാപ്ടോപ്പിനെ കുറിച്ചുള്ള വിവരമില്ല. പിന്നാലെ ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയുന്നു. അങ്ങനെ പരാതി നൽകിയപ്പോൾ അതിൽ കുടുങ്ങിയിരിക്കുന്നത് സ്ഥലം MLA കൂടിയാണ്. MLAക്കെതിരെ പോലീസ് കേസും എടുത്തിരിക്കുന്നു. മോൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യാർത്ഥം ലാപ്ടോപ്പ് ആവശ്യമുണ്ടായിരുന്നു. അത് കാരണം ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് പൈസ അടച്ചതാണ്. പകുതി പൈസ എന്നുള്ള രൂപത്തിൽ 20,000 രൂപയും അതിന്റെ പ്രോസസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 1,000 രൂപയും, അതായത് 21,000 രൂപ അങ്ങനെ നമ്മൾ അടച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് വിലയുടെ 50% മാത്രം നൽകിയാൽ 40 ദിവസത്തിനകം ലാപ്ടോപ്പ് ലഭിക്കുമെന്ന MLA ഓഫീസിൽ നിന്നുള്ള പരസ്യവും കുറിപ്പും കണ്ടാണ് അപേക്ഷ നൽകിയതെന്ന് അനുപമ പറയുന്നു. 2024 സെപ്റ്റംബർ 25 MLA ഓഫീസിൽ നേരിട്ടെത്തി പണം കൈമാറി. 40 ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു അറിയിപ്പോ വിവരമോ ലഭിച്ചില്ല. CSR ഫണ്ട് തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നതോടെ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. MLA ഓഫീസ് പോയി ചോദിച്ചു. പക്ഷെ അവിടുന്ന് പറഞ്ഞത് MLA നമ്മളെ ഇപ്പോൾ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിന്റെ ഭാഗമല്ല ഇതെന്നാണ് അവർ പറഞ്ഞത്. MLA ഓഫീസിലെ പൈസ അടച്ചത്. പക്ഷേ നമ്മൾ റെസീറ്റ് തന്നിട്ടുള്ളത് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലുള്ള റെസീപ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. MLAക്കും MLA ഓഫീസിന്റെ നേരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പൈസ അടച്ചത് അവിടെയാണല്ലോ. പിന്നാലെ നജീബ് കാന്തപുരം MLAക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് കേസ്. മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ മറവിൽ MLA തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് DYFIയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ താനും തട്ടിപ്പിനിരയാവുകയായിരുന്നെന്നാണ് MLA പ്രതികരിച്ചത്. അനുപമയ്ക്ക് സമാനമായ രീതിയിൽ CSR ഫണ്ട് തട്ടിപ്പിനെതിരെ നിരവധി പേർ പെരിന്തൽമണ്ണയിൽ നിന്നും രംഗത്തെത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.